ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചില കുഴപ്പങ്ങളുണ്ട്. വെറും 3 മാസങ്ങൾ മാത്രം തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളപ്പോൾ വളരെ വേഗത്തിൽ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം സാധ്യമല്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതാണ്ട് 8 കോടിയോളം വോട്ടർമാർ ബീഹാറിലുണ്ട്. അതിൽ 4.96 കോടി പേരാണ് 2003 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. 2003 ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട ആളുകളാണ് പുതുതായി അവർ എവിടെയാണ് ജനിച്ചത് എന്ന രേഖകൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ മാസം 25 മുൻപ് രേഖകൾ സമർപ്പിക്കണം. അതിനുശേഷം വീടാന്തരം കയറിയുള്ള പരിശോധനകൾ നടക്കും. അപ്പോൾ വീട്ടിലില്ലാത്ത ആളുകൾ, അതല്ലെങ്കിൽ ബീഹാറിലില്ലാത്ത ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്യും? വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകില്ലേ എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ലക്ഷക്കണക്കിന് പേർ ആ പട്ടികയിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. 2001 സെൻസസ് പ്രകാരം ബീഹാറിലെ ജനസംഖ്യ 8.3 കോടിയാണ്. എന്നാൽ 2011 സെൻസസ് പ്രകാരം ബീഹാറിലെ ജനസംഖ്യ 10.4 കോടിയാണ്. എന്നാൽ ഈ 10 വർഷ കാലയളവിനിടയിൽ വെറും 73 ലക്ഷം പേർ മാത്രമാണ് ജനനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സംസ്ഥാനത്താണ് ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രം നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതിന് ചെറിയ കാലയളവ് മാത്രം കൊടുക്കുന്നതും അനീതിയാണ്. ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ പെട്ടെന്നുള്ള നീക്കം എന്നത് സംശയം ജനിപ്പിക്കുന്നതുമാണ്. നമസ്കാരം.